ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? പാലരുവി. ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാലരുവി വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. വെള്ളച്ചാട്ടം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു ട്രിപ്പും കൂടെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ പാലരുവി വെള്ളച്ചാട്ടം കാണാൻ പോകാം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ തെന്മല തെങ്കാശി റൂട്ടിലേക്ക് പോകാൻ പോകുന്നത്. കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എല്ലാം മാറി പോയിക്കൊണ്ടിരുന്നു. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് തെങ്കാശി ട്രിപ്പുണ്ട് ഒരു പ്ലാന്. അത് വെറൈറ്റിയാണ്. അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് പറയാം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ പാലരുവി വെള്ളച്ചാട്ടം കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ പോകുന്ന ട്രിപ്പിൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ട്രിപ്പും കൂടെ ആഡ് ചെയ്യും. അത് നമ്മൾ പാലരുവി പോയിട്ട് വരുമ്പോൾ മാത്രമേ ആ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ളത് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പാലോടും മടത്തറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് മഴക്കോളുണ്ട്, ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മഴയെ നമ്മൾ അത്രയ്ക്ക് കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ ഈ ഒരു റൂട്ടിൽ വളരെ ഭംഗിയെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് വരുന്നത് തന്നെയാണ് ഭംഗി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ഒരു സ്പോട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് തറയിൽ വീണത് അവിടെയാണ്. എൻ്റെ കയ്യിൽ നിന്നല്ല, സിബിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യമായി വാങ്ങിച്ച ഐഫോൺ തറയിൽ വീണ ഒരു സ്പോട്ടാണ് ഡാലി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഡാലിയൊക്കെ പിന്നിട്ട് നമ്മൾ കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസിൻ്റെയൊക്കെ ആ ഒരു സ്ഥലം കഴിഞ്ഞ് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വീണ്ടും മഴ പൊടിയാൻ തുടങ്ങി. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കില്ല. ഇത്തിരി ആക്സിലേറ്റർ കൂടുതൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് തെന്മല എത്താം എന്നുള്ള ഒരു പ്ലാനാണ്. തെന്മല എത്തിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലൊന്ന് കയറണം. റെയിൽവേ സ്റ്റേഷനിൽ കയറി അവിടുത്തെ ട്രെയിനിൻ്റെ സമയവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതെന്തിനാണെന്നുള്ളത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ അതിന് സമയമായിട്ടില്ല. ആദ്യം നമ്മൾ നേരെ പോകുന്നത് പാലരുവിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അഡ്വഞ്ചർ സോണിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മഴ സമയം നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തെന്മല തെങ്കാശി റൂട്ട്. അത് നിങ്ങൾക്ക് ബസ്സിൽ വരാം, ബൈക്കിൽ വരാം, കാറിൽ വരാം. എങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മരം മുറിക്കുന്നതിൻ്റെതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും റോഡിൽ ബ്ലോക്കാണ്. അവിടെ ഒരു മരം മുറിച്ച് മാറ്റുന്നതിൻ്റെ ഒരു തത്രപ്പാടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരാൾ കട്ട് ചെയ്താണ് വിടുന്നത്. ഇവരൊക്കെ സമ്മതിക്കണം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ മരമൊക്കെ മുറിക്കണമെന്നുള്ളത് നോക്കിക്കോളാം. അങ്ങനെ ആ ഒരു കൊണ്ടയൊക്കെ മുറിച്ചതിന് ശേഷം നമ്മളിതാ ഇപ്പോൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 13 കണ്ണറ പാലത്തിൻ്റെ അടുത്തേക്കാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ ഗ്രീനറി കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തുമാത്രം ഭംഗിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്യാതെ സ്പീഡാക്കി വിടുന്നത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കൂ, തെളിഞ്ഞ ആകാശവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിലടിക്കുന്നത്, ആ മരത്തിൻ്റെ പച്ചപ്പും അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോരോ വണ്ടികൾ വരണതൊക്കെ കാണാൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് വരേണ്ടത് ഒരു KSRTC ബസ്സാണ്. അത് വന്നു കഴിഞ്ഞാലേ കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കുറേ നേരം കാത്തിരുന്നു, പക്ഷേ ഒരു ബസ്സും വന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വീണ്ടും ബൈക്കൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഒരല്പം ലേറ്റ് ആയതുകൊണ്ട് ആ മഴ അങ്ങ് തീർന്നു. പിന്നെ പേടിക്കാനൊന്നുമില്ല, റെയിൻകോട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ 13 കണ്ണറ പാലം എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് 13 കണ്ണറ പാലം. നമ്മൾ പല വീഡിയോസിലും നമ്മൾ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. എത്ര കാണിച്ചാലും മതി വരില്ല ഈ ഒരു ഭാഗം കാണിക്കാൻ. കാരണം അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലം തന്നെയാണിത്. ഇതിൻ്റെ മുകളിലൂടെയുള്ള ഒരു യാത്ര അത് സ്വപ്നം കാണാത്ത ആരും കാണില്ല. ഒരു ട്രെയിൻ യാത്ര അത് അത്രയ്ക്ക് മനോഹരമായിരിക്കും എന്ന് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ മൺസൂൺ സമയത്ത് അതിലൂടെയുള്ള യാത്ര അടിപൊളിയായിരിക്കും. ഒരുപാട് ട്രെയിനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുമ്പോഴത്തേക്ക് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലേ വരാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ആർക്ക് വേണോ ട്രെയിൻ യാത്ര ചെയ്യാം, എപ്പോഴും വേണോ ചെയ്യാം. ഒരുപാട് നേരമായിട്ട് കാത്തിരുന്ന KSRTC ബസ്സിൻ്റെ ചെറിയൊരു സൗണ്ട് എവിടെയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് സ്ലോ ആക്കിയതാണ് കേട്ടോ. ദാ വരണുണ്ട് എൻ്റെ മോനെ. ഇത് പക്ഷേ ആ ഗ്രീനായിട്ടുള്ള ആ സ്പോട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരണ ഒരു വിഷ്വല് എൻ്റെ മോനെ, അത് അടിപൊളിയായിരിക്കും. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. ഇറ്റ്സ് ഓക്കെ, നമുക്ക് എന്നാലും മുമ്പോട്ട് തന്നെ പോവാം. അടിപൊളിയായിട്ട് മഴ പെയ്ത് നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ് റോഡുകൾ. സ്ലിപ്പായിട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓവർ സ്പീഡിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചവിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് വണ്ടി കയ്യിൽ നിന്നൊന്നും വരില്ല. അങ്ങനെ നമ്മൾ പാലരുവിയിലെത്തിയിരിക്കുന്നു ഗൈസ്. പാലരുവി ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞ് വേണം പോകാൻ. പൂർണ്ണമായിട്ടും കാട്ടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ഫീലെന്നറിയാമോ, ഒരു രക്ഷയില്ല കേട്ടോ. മുമ്പൊരു പ്രാവശ്യം ഞാനും സിബിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റേതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പോൾ
വണ്ടി നമ്മളിതാ പാർക്ക് ചെയ്തിട്ടുണ്ട്. വിശാലമായ തേക്കും കൂപ്പെന്നൊക്കെ നമുക്ക് പറയാം. അതിനകത്താണ് നല്ല ഭംഗിക്ക് പറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പുല്ലൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിനകത്താണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. ഇവിടെ ബൈക്ക്, അതിൻ്റെ അപ്പുറത്തായിട്ട് കാറ്, അതിൻ്റെ അപ്പുറത്തായിട്ട് ടെമ്പോ, വലിയ വണ്ടികൾ. അപ്പോൾ ഇനി പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹെൽമെറ്റ് വണ്ടിയിൽ വയ്ക്കണോ? ഞാൻ ഹെൽമെറ്റ് വണ്ടിയിൽ വെച്ചേ. ഇനി പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് നമുക്ക് വണ്ടി പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. വേഗം പോയി പാസ് എടുക്കാം. ടിക്കറ്റ് ചാർജസൊക്കെ അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മേളിലോട്ട് പോകണം. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കിടക്കണുണ്ട്. ഈ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകണം. നമ്മൾ ഇതുവരെ വന്നത് വണ്ടി അവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ആണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വാ, 2 പേർക്ക് 160 രൂപയാണ്. 65. 2 വീലർ പാർക്കിങ്ങിൻ്റെതും കൂടെ ഉണ്ട്. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് 8 മണി തൊട്ട് 4 മണി വരെയാണ്. ഒന്ന് പഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്യണേ. ഓടിക്കാറ് ബാക്കി എല്ലാവരും കയറി, നമ്മളാണ് ലാസ്റ്റ് കയറുന്നത്. ഭയങ്കര റഷായിട്ടാണ് ഈ ബസ് പോകുന്നത് കേട്ടോ. നമുക്ക് ഈ കാണാനുള്ള കാഴ്ചകളൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. എന്തോ മത്സരത്തിന് ഓടുമ്പോഴാണ് ഓടുന്നത്. എന്തിനിങ്ങനെ പോണത്? നമ്മുടെ ഇന്ന് വാസിനുള്ള പൈസ വാങ്ങിച്ചിട്ട് വണ്ടി ഇവിടെ നിന്ന് അടിച്ച് പറത്ത് നേരെ പാലരുവിയിലെ കൊണ്ടുവന്ന് നിർത്തുള്ളൂ. പല സൈഡിലൂടെ ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് സ്റ്റെപ്പായിട്ടാണ് ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങി പോകുന്നത്. അത് ആ പാറയിൽ എന്തോന്നു പ്രകൃതിദത്തമായിട്ടുണ്ടായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് മാത്രമാണ് വണ്ടി ഇത്തിരി നേരം ഒന്ന് സ്ലോ ആക്കി തന്നത്. കാരണം കുത്തുകയറ്റമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സ്ലോ ആയതാണ്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ വന്ന ബസ് കിടപ്പുണ്ട്. ഇതിലാണ് വന്നത്. ഇനി ഇതിൽ ഒരു 100 മീറ്റർ മേളിലോട്ട് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ പറ്റും. ഇവിടെ തന്നെ ഒരു ടീ ആൻഡ് കോഫിയൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം കേട്ടോ. പിന്നെ ഇവിടെ പുകവലിയും മദ്യപാനവും ഒക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. നൈസൊരു ആംബിയൻസാണ് കേട്ടോ മഴ സമയത്ത് ഇങ്ങനെ പോകുന്നത്. പക്ഷെ മഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം കുത്തിയൊലിച്ചൊഴുകണതിൻ്റെ സൗണ്ട് നമുക്കിതിലെ കേൾക്കാൻ പറ്റും. അതും ശ്രദ്ധിച്ച് വായി നോക്കി നടന്നു കഴിഞ്ഞാൽ പല്ല് പറയും. കാരണം എന്താ, ഏറ്റ പാറകളാണ് തറയിലുള്ളത്. അത് നോക്കി നടന്നില്ലെങ്കിൽ കാഴ്ചകൾ ആസ്വദിച്ചതിൻ്റെ കൂട്ടത്തിൽ ആശുപത്രിയിലും കയറേണ്ടി വരും. അതുകൊണ്ട് തറയിൽ ശ്രദ്ധിക്കണം, കാഴ്ചകളും കണ്ട് ആസ്വദിക്കുക. നല്ല രീതിക്ക് മഴ പെയ്ത് തോർന്നതാണ്. നല്ല രീതിക്ക് തോർന്നെന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിക്ക് തുള്ളി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിലായിട്ട് കാണാൻ പറ്റും വെള്ളച്ചാട്ടം. എന്ത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. കണ്ടോ, നമ്മളതിൻ്റെ തൊട്ടടുത്ത് വരെ പോവും. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അതായത് ഇവിടെ ഫാമിലി ബാത്തിങ് ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ക്ലോസ് ആണ്. കാരണം സേഫ് അല്ല, എപ്പോഴാണോ വെള്ളം ഇറങ്ങി വരാം. അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് സേഫാണ്. അതുപോലെ ഡ്രസ്സിങ് റൂം ഇവിടെ മേളിലായിട്ടാണ്. അതും ഇതിലേക്ക് കയറി പോകാൻ പറ്റും. ലേഡീസ് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ പടി കയറി നടന്ന് വേണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. അവിടെ ചെറുതായിട്ടൊരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. ഷെഡല്ല, ചെറിയൊരു കൽമണ്ഡപം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടം അടുത്ത് കാണാൻ പറ്റണത്. അപ്പോഴേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ കൈവരിയൊക്കെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് സേഫാണ്, നമുക്ക് പിടിച്ച് കയറി പോകാം. അതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ അങ്ങനെ നോക്കണം. ഇതാണ് പുരുഷന്മാർ കുളിക്കുന്ന സ്ഥലം. അത് ആ സൈഡിലോട്ടാണേ. നമ്മളെ കുളിക്കാനൊന്നും പോകില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മേളിൽ പോയിട്ട് ഇതിൻ്റെ ഒരു കിടിലൻ വ്യൂ നമുക്ക് കാണണം. ഉണ്ടാവും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇത്രയും ഇങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കിയോ. അങ്ങനെ നടന്ന് നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റണത്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഏകദേശം 300 അടി ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളുടെ പട്ടികയിൽ 32ാം സ്ഥാനമാണ് ഈ പാലരുവി വെള്ളച്ചാട്ടത്തിനുള്ളത്. മസ്റ്റായിട്ട് നിങ്ങൾ വന്നൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ.
ആ ഭാഗത്തൊക്കെ പോയി നമുക്ക് കാണാനൊക്കെ പറ്റണമായിരുന്നു. പക്ഷേ മഴയായതുകൊണ്ട് അവിടെ കയറിട്ട് കെട്ടിയിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. ഇല്ലായിരുന്നെങ്കിൽ അടിപൊളി ഒരു വ്യൂ കിട്ടിയാണ് താഴ്ന്ന്. ഇലകളൊക്കെ ആടുന്നുണ്ട. സംഭവം വേറൊന്നുമില്ല, അവിടെ നിന്നുള്ള ആ ഒഴുക്ക്, ആ താഴോട്ടുള്ള ആ കുത്തനെയുള്ള വെള്ളത്തിൻ്റെ വീഴ്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ കാറ്റ് കാരണമാണ് ഇത്. നല്ല രീതിക്ക് തണുത്ത കാറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മേളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് താഴോട്ട് പോവുകയാണ്. പടിയൊക്കെ ഇറങ്ങുമ്പോൾ മഴ സമയത്തൊക്കെ പറഞ്ഞവർ ശ്രദ്ധിക്കണം കേട്ടോ, ചറക്കി വീഴും. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ആ ഒരു മാമൻ കണ്ട അതിൻ്റെ നടുക്ക് നിൽക്കുന്നത്. പുള്ളി താഴോട്ട് വെള്ളം കൊണ്ടുവരാനുള്ള പൈപ്പ് എടുത്ത് കണക്ഷൻ നേരെ കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ എന്തോ സംഭവമുണ്ട്. അത് അവിടെ ആ ചാക്കിൽ നിന്ന് എടുത്ത് ഇങ്ങനെ എറിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് കയറി പോകണം. മിക്കവാറും ചറക്കി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും പുള്ളി പോയിരുന്നത്. ഇത് കണ്ട് ആരും അനുകരിച്ച് അങ്ങോട്ടൊന്നും പോകരുത് കേട്ടോ. നമുക്കത് ആ സ്റ്റെപ്പ് കയറി വെള്ളച്ചാട്ടത്തിന് തൊട്ട് ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാനൊക്കെ പറ്റുമായിരുന്നു. ഈ മഴയല്ലെങ്കിൽ, മഴയായത് കൊണ്ടാണ് എപ്പോൾ വേണോ വെള്ളം വരാം, എപ്പോൾ വേണോ മഴ പെയ്യാന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും വേണമെന്നുള്ളവർക്ക് കുളിക്കാം. അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡ്രസ്സിങ് റൂമുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കുളിക്കാൻ പറ്റും. അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി ഇത്തിരി റഷാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒന്നും കാണിക്കില്ല. ഭയങ്കര റഷായിട്ടാണ് വണ്ടി വന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പം എൻ്റെ പ്രായം കൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോളേജ് ചെറുക്കൻ എന്നൊക്കെ ഇതിൽ തോന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് എൻ്റെ മക്കളെ എന്നൊക്കെ വിളിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ലായിരുന്നു ലാസ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് മേഘം പോണത് നല്ല സ്പീഡിലാണ് കേട്ടോ പോണത്. ആ നിൽക്കുന്ന ഒരു എന്തോന്നാണത്, പപ്പ മരം കണ്ട. അത് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ എന്ത് രീതിക്കായിരിക്കും കാറ്റടിക്കണം, എന്തുമാത്രം വെള്ളം വന്നിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. നമുക്ക് അതിൽ കയറി നേരെ ബൈക്ക് ഇരിക്കുന്ന പോവാം. അവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ടാണ് നേരെ തെന്മല റെയിൽവേ സ്റ്റേഷനിലോട്ട് ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ട്രിപ്പാണ്. നമുക്ക് പോകാൻ വേണ്ടി 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ചെറുതിലാണ് ആദ്യം ആൾ നിറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോവുക. വലുതിൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് അധികം ആളുകളുണ്ടെങ്കിലേ അത് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കാൻ പോവുകയാണ് ഗൈസ്. വല്ലതും പറയുമെന്നൊന്നും അറിഞ്ഞൂടാ, നമുക്ക് കയറിയിരുന്ന് നോക്കാം. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മാറി അപ്പുറം സീറ്റിരിക്കും. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടെന്ന് അമർത്തിക്കോ. ഓക്കെ, പോവാം.